ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 വരുന്ന വ്യാഴ സംക്രമത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം വേദ ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളിലൊന്നാണ്. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമായിട്ടാണ് അറിയപ്പെടുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്നത് ഏറ്റവും പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്ന രാശികൾ വളരെയധികം സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. അത് സന്തോഷവും സമ്പത്തുമൊക്കെ വർദ്ധിപ്പിക്കും. പിന്നെ വ്യാഴം സന്താനം, ദൈവാനുഗ്രഹം, സമ്പത്ത്, അറിവ് എന്നിവയുടെയൊക്കെ കാരകഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വർഷം വ്യാഴസംക്രമണം 2026 ജൂൺ 2 രാവിലെ 6:30 മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടും. ചന്ദ്രക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ വ്യാഴം പ്രവേശിക്കുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ സ്വാധീനം പെട്ടെന്ന് വർദ്ധിക്കും. അതിനുള്ള പ്രധാന കാരണം കർക്കിടകം ഒരു ശുഭഗ്രഹത്തിൻ്റെ രാശി ആയതുകൊണ്ടും പിന്നെ വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ടുമാണ്. വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തൻ്റെ ഉച്ചഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നു. 2026 വ്യാഴസംക്രമം വളരെ പ്രധാനപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഒരു സംക്രമണമായിരിക്കും. അത് നിങ്ങളുടെ രാശിയിൽ എങ്ങനെയുള്ള ഫലമാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. തുലാക്കൂറിൽ വരുന്ന ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദം, ഈ 3 നക്ഷത്രക്കാർക്ക് 3ഉം 6ഉം ഭാവാധിപനായ വ്യാഴം ഭാഗ്യഭാവത്തിൽ നിന്ന് കർമ്മഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. തുലാൻ രാശിയുടെ 2ാം ഭാവത്തിലേക്കും 4ാം ഭാവത്തിലേക്കും 6ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ കർമ്മഭാവസ്ഥിതി ഉച്ചസ്ഥനായിട്ടാണ്. ഒരുപാട് ഗുണാനുഭവങ്ങളൊക്കെ ഈ തുലാൻ രാശിക്കാർക്ക് അനുഭവിക്കാൻ കഴിയും. കർമ്മരംഗത്ത് വളരെയധികം മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അതുമാത്രമല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്ഥാനമാറ്റവും സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കണം. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയിക്കാനാകും. ആശയവിനിമയ കാര്യങ്ങളിലൊക്കെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ജോലിയിൽ താൻ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ 2ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വളരെയേറെ ഗുണാനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വാക്കുകൾ കൊണ്ടൊക്കെ ഉപജീവനം നടത്തുന്നവർക്ക് ഏറെ ഗുണം ലഭിക്കും. ലോണുകൾക്കും ചിട്ടികൾക്കും ഒക്കെ അനുമതി ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും. കുടുംബത്തിൽ പുതിയ വ്യക്തിയുടെ വരവുണ്ടാകും. ധനധാന്യാദി ലാഭങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം ഗുണാനുഭവങ്ങളുള്ളൊരു കാലഘട്ടം തന്നെയാണ്. പഠന കാര്യത്തിൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. സഹോദരീ സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. കടം കൊടുത്ത തുക തിരികെ കിട്ടും. കടബാധ്യതകളെല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് കാണാനാകും. ശത്രുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന എല്ലാ രോഗപ്രശ്നങ്ങൾക്കും ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകും. ചികിത്സകളൊക്കെ ഫലിച്ചു തുടങ്ങും. ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും. അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താൻ കഴിയും. അമ്മയിൽ നിന്നോ അമ്മയുടെ ബന്ധുക്കളിൽ നിന്നോ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പഴയ വീട് പുതുക്കി പണിയുകയോ പുതിയ വീട് കെട്ടുകയോ കെട്ടിയ വീട് വാങ്ങിക്കുകയോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിച്ചു കിട്ടും. ഭൂമി സ്വന്തം പേരിലാകുന്നതിനും പുതിയതായി ഭൂമി വാങ്ങിക്കുന്നതിനും ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. വാഹനം മാറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം മാറ്റി വാങ്ങിക്കാനൊക്കെ സാധിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനാഗമനമുണ്ടാകും. അവയെല്ലാം നല്ല നിക്ഷേപങ്ങളാക്കി മാറ്റുവാൻ കൂടി കഴിയുന്നൊരു കാലഘട്ടം കൂടിയാണ്. വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ഏറി നിൽക്കും.
പല കാര്യത്തിലും മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള അവസരങ്ങൾ കൂടി ഉണ്ടായി എന്നും വരാം. എല്ലാ കാര്യത്തിലും നല്ല ക്ഷമയോടെ ഇറങ്ങി പുറപ്പെടാനാകും. ആതുര സേവനം ചെയ്യുന്നവർക്ക് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും കഴിയും. അവയിൽ നിന്നൊക്കെ ഗുണാനുഭവങ്ങളും വർദ്ധിച്ചു നിൽക്കും. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിച്ചു നിൽക്കും. ദൈവീക കാര്യങ്ങൾക്കായിട്ടും പല ജോലികളും ഇഷ്ടത്തോടു കൂടി ഏറ്റെടുക്കുകയും അവയെല്ലാം ആത്മാർത്ഥമായി ചെയ്തു തീർക്കുകയും ചെയ്യും. ആത്മീയപരമായ യാത്രകളും ഉണ്ടാകും. പ്രത്യേകിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിച്ചു നിൽക്കും. അതോടൊപ്പം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. അവയെല്ലാം സന്തോഷകരമായി നടത്തിവെക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര തരപ്പെടും. ശനിയുടെ 6ാം ഭാവസ്ഥിതിയും വ്യാഴത്തിൻ്റെ 6ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും ഈ രാശി ലഗ്നക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരുപാട് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു കാലഘട്ടമാണ്. പുതിയ ജോലിയൊക്കെ ലഭിക്കും. പരീക്ഷകളും ഇൻ്റർവ്യൂകളും ഒക്കെ വളരെ ഈസിയായി വിജയിക്കാനാകും. ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി. പിന്നെ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ്. കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ടൊക്കെ മാറും. കാരണം കാലപുരുഷൻ്റെ 10ാം ഭാവത്തിലേക്കും തൊഴിൽ കാരകനായ ശനിയെയും ഉച്ചസ്ഥനായ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതും തുലാൻ രാശിയുടെ 10ൽ വ്യാഴം സഞ്ചരിക്കുന്നതും വളരെ വിശേഷം തന്നെയാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ കാലഘട്ടം വളരെയേറെ പ്രയോജനപ്രദമാകും. വ്യാഴത്തിൻ്റെ ദശയോ അപകാരമോ ഛിദ്രമോ ഒക്കെ നടക്കുന്നവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ അനുഭവിക്കാനിടയാകും. ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയിലുള്ള വ്യാഴസ്ഥിതി ഗ്രഹങ്ങളുടെ ഭാവബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണോ നിൽക്കുന്നത് എന്ന് നോക്കണം. അത് മനസ്സിലാക്കി വ്യാഴത്തിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുക. ഓരോരുത്തരുടെയും ജാതകാടിസ്ഥാനത്തിൽ പ്രതിവിധികളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും പൊതുവായ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക, മഹാവിഷ്ണു പ്രീതി വരുത്തുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ ജാതകവശാലുള്ള ചെറിയ തോതിലുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും മുകളിൽ പറഞ്ഞ ശുഭഫലങ്ങൾ അനുഭവിക്കുവാനുമൊക്കെ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.